മലയാളക്കരയിൽ 20-ാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം CM വലിയുള്ളാഹിയാണ്. യാതൊരു സംശയം വേണ്ട. എന്തുകൊണ്ട് പറയുന്നുണ്ട്? CM വലിയുള്ളാഹി എന്തുകൊണ്ട്? ഈ വ്യക്തി ലക്ഷക്കണക്കായ ആളുകൾക്ക് രോഗം മാറ്റാണ്. ലക്ഷക്കണക്കായ ആളുകൾ. എന്താ മരുന്ന്? ആ രോഗം ഇനി വേണ്ട, പിന്നെ ആ രോഗത്തില്ല. ആ രോഗം ഇനി വേണ്ട, ഇനി അപ്പ രോഗമില്ല. അങ്ങനെ രോഗം മാറ്റി ലക്ഷക്കണക്കായ ആളുകളാണ്. ഈ മനുഷ്യ മരിക്കണ 93-ലാ. ഇപ്പൊ ആ മനുഷ്യ മരിച്ച എത്ര കൊല്ലായി? ഈ CM വലിയുള്ളാഹി മരിച്ചിട്ട് എത്ര കൊല്ലായി? പറമോനെ 31 കൊല്ലായല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആയിരങ്ങൾ ഉണ്ടാവും രോഗം മാറ്റിയ, എന്നിട്ടും മരിക്കാതെ ബാക്കിയാവേ. അന്ന് രോഗം മാറിയൊരു ഇന്ന് അപ്പൊ അവർക്ക് വലിയ വയസ്സുണ്ടായിട്ടുണ്ടാവും. ഇന്ന് ആയിരങ്ങൾ ഉണ്ടാവും കേരളത്തിൽ. ഇന്ന് അന്നത് ലക്ഷങ്ങളാണ്. എന്താ മരുന്ന്? ആ രോഗം ഇനി വേണ്ട. ഇതൊരു തട്ടിപ്പാണെങ്കിൽ ഒരു ദിവസം ഒക്കെ, 2 ദിവസം ഒക്കെ, ഇതൊരു ആയുസ് മുഴുവനാ രോഗം വേണം. ഒരാൾ എന്നോട് വന്ന് പറയാണ് മഹല്ലേതാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു മഹലിനെ പറയുന്ന അർത്ഥമില്ല. എന്തുകൊണ്ട്? എല്ലാ മഹലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു മഹലിന് മാത്രം പറയുന്നതിനാ? അവരെ കുറ്റം പറഞ്ഞ കാര്യമല്ല, അവർക്കത് വിശ്വാസമില്ലാതെയായി. ഇപ്പൊ ഞാൻ പറയണ റബീഉൽ അവ്വൽ വയൽ വെക്കാൻ നടന്നത് സുന്നിമായില്ലാണല്ലോ ചെയ്യുക. സുന്നിയാളല്ലേ? ഈ റമളാനാണ് ഇവനെ എല്ലാവർക്കും വയലുണ്ടാവുക. റബീഉൽ അവ്വൽ വയൽ വെക്കുന്നത് ആരാണ്? സുന്നിയാളാണ്. ഒരു വഹാബി പറയാണ് അയാളെ വേണ്ട, അയാള് കറാമത്ത് പറയുന്നത് നമുക്കത് അംഗീകരിക്കാം. അതേസമയത്ത് കറാമത്ത് പറയും എന്നതിൻ്റെ പേരിൽ ഒരു ആലിമിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ മുഅ്ജിസത്ത് ഒഴിവാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിൽ നിന്ന് വെള്ളം വന്നു എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് ഇനി 2-3 കൊല്ലം കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. എന്താ പറയാ? അതൊന്നും ഇപ്പം നീ പറഞ്ഞിട്ട് എന്തിനാണ് അതൊക്കെ നമ്മൾ പറയുന്നത്? നമുക്ക് ഇസ്ലാം ഈമാനും പറഞ്ഞാൽ പോലെ. മൂല്യരെ തന്നെ വേറെ ഉപദേശിക്കും. നമുക്ക് 5 വക്ത് നിസ്കരിക്കണം, നമുക്ക് നോമ്പ് വിളിക്കാം. അതിനൊക്കെ നല്ല ബടിവൊത്ത ആയത്തുകൾ ഉണ്ടല്ലോ. നിങ്ങൾ ഇതൊക്കെ പറയണം എന്തിനാ മൂല്യര്? അപ്പൊ 1000 അങ്ങക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ നല്ലവരായിട്ടല്ലേ? ഞങ്ങൾക്ക് തന്നെയല്ലേ കമ്മിറ്റി. നിങ്ങൾ നല്ലവരായതുകൊണ്ട് ഞാൻ മറ്റ് മോശപ്പെട്ടവരെ പറ്റി ഞങ്ങളോട് പറയല്ല. നിങ്ങൾ തന്നെയാണ് കമ്മിറ്റി, നിങ്ങൾ തന്നെ അത് വേണ്ടെന്ന് പറയുന്നത്. എനിക്കിത് ആരോടെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പൊ എന്തുകൊണ്ട് ഒരു വിഭാഗം ലിബറലിസ്റ്റുകൾ അതിനെ എതിർക്കും? എന്നിട്ട് എന്താ കയ്യിൽ നിന്ന് വെള്ളം വരും ഒരാളെ കയ്യിൽ നിന്ന്? അങ്ങനെ 4 ആൾ പറഞ്ഞോടുകൂടെ നമുക്ക് എന്തായി? എന്നാ ഞാൻ പറയണ്ട. ചന്ദ്രനെ പിളർത്തിയ ചന്ദ്രൻ ഏത്? നമ്മളെ ഗോപാലേട്ടൻ്റെ മകൻ ചന്ദ്രനെ, അതോ മാനത്തെ ചന്ദ്രനെ പിളർത്തിയ? ഞാൻ വിചാരിച്ച് ഗോപാലേട്ടൻ്റെ മകൻ ചന്ദ്രനെ, അതൊക്കെ മാനത്തെ ചന്ദ്രനെ പിളർത്തിയ. എന്തിനാ അതിൻ്റെ ആവശ്യം വിൽക്കണ്ട? അതൊന്നും ഉണ്ടാവില്ല, ഒക്കെ നോണായിരിക്കും. ഖുർആനിൽ അങ്ങനെയല്ല. അപ്പോൾ ഇത് കേട്ട മറ്റേ മൂല്യം പറയും, ഇത് പറയണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാ? അപ്പൊ ചുരുക്കത്തിൽ എന്താവും? ഒഴിവാക്കും. ആയിരക്കണക്കായ ആളുകൾക്ക് ജാബിറിന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊടുത്തു. ജാബിർ റളിയല്ലാഹു വീട്ടിൽ ഭക്ഷണം കൊടുത്തു. അത് കൊടുക്കല്ലേ? വെറുതെ മൂല്യന്മാരുണ്ടാക്കിയ നോണയില്ല ഒക്കെ. ബുഖാരി ഉണ്ട്. ബുഖാരി എത്ര നോണ എഴുതി? ബുഖാരി ഇമാമിനെ ശരിക്കും എത്ര മൗലവിമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്? കുറേ നോണകൾ ഭാര്യ കുട്ടികളാണ്. ആര്? ഇതാരെ പറയണത്? മുസ്ലിങ്ങളോടോ 5 വക്ത് നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ. അപ്പോൾ പറയാൻ പറ്റൂല. ഇനി പറയാൻ പറ്റുന്ന ഒരു മുഅ്ജിസത്ത് ഉണ്ടാകാനല്ല. ഇനി ഒരു മുഅ്ജിസത്ത് പ്രസംഗിച്ചാൽ ആ മൂല്യർ പിന്നെ വിളിക്കൂല. ഇയാളെ എന്തിനാ വിളിക്കത്ത്? അയാൾ പടിവത്ത നിലക്ക് എന്ത് പറയണം? 5 വക്ത് നിസ്കരിക്കണം. നിസ്കരിച്ച ആരായി? മുസ്ലിമായി. മറ്റോ നിസ്കരിക്കണില്ല, അപ്പോൾ മുസ്ലിം അല്ല. നമ്മൾ നിസ്കരിക്കുന്നു, മുസ്ലിം. അല്ലാതെ എന്താ ഫലം? അല്ലാതെ എന്താണ് ഫലം? വളരെ നിങ്ങൾ ചിന്തിക്കും. വളരെ ദുരന്തത്തിലേക്ക്, ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തം തന്നെ. ദുരന്തം വളരെ വലിയ ദുരന്തമാണ്. ആയത്തും ഹദീസുമാണ് ഖുർആനിൻ ഇസ്ലാമിക പ്രചാരണത്തിന് മാനദണ്ഡം എങ്കിൽ അങ്ങനെ വെക്കുക.
എങ്കിൽ എന്തിനാണ് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തത്? എന്തിനാണ് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തത്? എന്തിന്? ആയത്തും ഹദീസും കൊടുത്താൽ പോരെ? അമ്പിയാക്കൾക്ക് എന്തിനാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തത്? അപ്പൊ എനിക്കൊരു കാലഘട്ടത്തിൽ എന്തുവരും? മുഅ്ജിസത്തുകൾ കെട്ടുകഥകളാണ് എന്ന് മനുഷ്യന്മാർ എന്തിലേക്ക് പോരും? നിസ്കാര നോമ്പിലേക്ക് പോരും. നിസ്കാര നോമ്പ് എന്തല്ല? ഈമാൻ കാര്യമല്ല. ഈമാൻ കാര്യം മനുഷ്യൻ വിഷയമാവൂല. അപ്പോൾ പിന്നെ മതങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. തിരിഞ്ഞിട്ടില്ല, മതങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഉദാഹരണം പറയാം. ഒരു മതത്തിന്റെ അനുയായികൾ രാവിലെ പോയിട്ട് ഒരു ദേവിക്കോ ദേവനോ പൂ സമർപ്പിച്ച് നമിച്ച് പോരുന്നു. നമ്മൾ അങ്ങനെ ഒരു ബിംബപ്രതിഷ്ഠയൊന്നും ഇല്ലാത്ത പള്ളിയിൽ കയറി നമ്മളും നമിച്ചു പോരുന്നു. ഇത് രണ്ടും രണ്ടു തരം ആരാധനകളാണ്. ഇതിന്റെ സൽഫലം എന്താണ്? തിരിഞ്ഞില്ല. ഇതിന്റെ സൽഫലം എന്ന് പറഞ്ഞാൽ ഇവരുടെ മഹത്വങ്ങളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇത് ആരാധനയുടെ വ്യത്യസ്ത രീതികളാണ്. ആ ആരാധന ഈ ആരാധന ശരിയാന്ന് പറയില്ല. ഓരോരുത്തർക്കും അത് ശരിയല്ലേ? പറകുട്ടി, അത് ശരിയാണല്ലോ. ഇനി ഇതിന്റെ ഒരു മഹത്വം, ഉദാഹരണം ഇതിന്റെ മഹത്വം. ഈ ആള് പള്ളിയിൽ പോയ ആൾക്ക് ഒരു അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞാൽ, ഒരു മനസ്സിലായില്ലേ, ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം, അതൊരു ഡിവൈൻ മിറാക്കിൾ എന്ന് പറയാം. ഒരു ദൈവികമായ മഹാത്ഭുതം കാണിക്കാൻ ഇതിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ ജനം അതിൽ ആശ്ചര്യപ്പെടുകയും അത് സത്യമാണ് ധരിക്കുകയും ചെയ്യും. ഇനി ഈ മിറാക്കിളിനെ നിഷേധിച്ചാലോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ അങ്ങനെ വന്നാലുള്ള ദുരന്തം വളരെ വലുതാണ്, വളരെ വലുതാണ്. ചിന്തിക്കണം. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഇത് മനസ്സിലാക്കേണ്ട ഒരു ദുരന്തമാണ്. വളരെ വലിയ ചേഞ്ച് വന്നു വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ. ആ ചേഞ്ച് ഇനി നേരാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരാൾക്ക് ഇനി നേരാക്കാൻ കഴിയില്ല. ഇന്നോട് സൊസൈറ്റി വളരെ പുറകോട്ട് പോയി കഴിഞ്ഞു. ഉദാഹരണം പറയാം. മലയാളക്കരയിൽ അടുത്ത കാലത്ത് ജനങ്ങളിൽ സത്യവിശ്വാസം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു വലിയ ഘടകം, മലയാളക്കരയിൽ 20-ാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം CM വലിയുള്ളാഹിയാണ്. യാതൊരു സംശയം വേണ്ട. എന്തുകൊണ്ട് പറയും? എന്തുകൊണ്ട് CM വലിയുള്ളാഹി? എന്തുകൊണ്ട്? ഈ വ്യക്തി ലക്ഷക്കണക്കായ ആളുകൾക്ക് രോഗം മാറ്റാണ്. ലക്ഷക്കണക്കായ ആളുകൾ. എന്താ മരുന്ന്? ആ രോഗം ഇനി വേണ്ട, പിന്നെ ആ രോഗത്തില്ല. ആ രോഗം ഇനി വേണ്ട, ഇനി അപ്പ രോഗമില്ല. അങ്ങനെ രോഗം മാറ്റി ലക്ഷക്കണക്കായ ആളുകളാണ്. ഈ മനുഷ്യൻ മരിക്കണ 93-ലാ. ഇപ്പൊ ആ മനുഷ്യ മരിച്ചത് എത്ര കൊല്ലായി? ഈ CM വലിയുള്ളാഹി മരിച്ചത് എത്ര കൊല്ലായി? പറമോനെ, 31 കൊല്ലായല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആയിരങ്ങൾ ഉണ്ടാവും രോഗം മാറ്റിയ, എന്നിട്ടും മരിക്കാതെ ബാക്കിയോയെ. അന്ന് രോഗം മാറിയൊരു ഇന്ന് അപ്പൊ അവർക്ക് വലിയ വയസ്സുണ്ടായിട്ടുണ്ടാവും. ഇന്ന് ആയിരങ്ങൾ ഉണ്ടാവും കേരളത്തിൽ. ഇന്ന് അന്നത് ലക്ഷ്യങ്ങളാണ്. എന്താ മരുന്ന്? ആ രോഗം ഇനി വേണ്ട. ഇതൊരു തട്ടിപ്പാണെങ്കിൽ ഒരു ദിവസം ഓക്കെ, 2 ദിവസം ഓക്കെ. ഇതൊരായുസ് മുഴുവനാ രോഗം മാറ്റിയായിരുന്നു. ഒരായുസ്, എത്ര കൊല്ലങ്ങൾ, പതിറ്റാണ്ടുകൾ ഈ മനുഷ്യനെ തേടി ആയിരങ്ങൾ ദിവസം വരിക. ആ രോഗം ഇനി വേണ്ട. അയാൾ പോയി, അയാളുടെ രോഗം മാറി. അടുത്ത ആൾ, ആ രോഗം ഇനി വേണ്ട. എൻ്റെ കുടുംബത്തിലുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. എത്രയെ പറയാത്തില്ല. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് എന്തിൽ വിശ്വാസം വന്നു? പറയാ, ഹക്കായ വഴിയിൽ ജനങ്ങൾക്ക് എന്തുണ്ടായി? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ആ രോഗം വേണ്ട. അതായത് നിങ്ങൾ രോഗം വന്ന് പറഞ്ഞാൽ ആ രോഗത്തിന് നിങ്ങൾ പിന്നെ 2 ആഴ്ച പച്ചവെള്ളം കുടിച്ചാൽ മതി, ഉണക്കവെള്ളം കുടിച്ചാൽ മതി പറയല്ല. ഈ മനുഷ്യൻ പറയാം, ആ രോഗം ഇനി വേണ്ട. പിന്നെ ആ രോഗമില്ല. അങ്ങനത്തെ ലക്ഷങ്ങൾ ആയിരങ്ങളെ തേടി വരുന്നത്. നേരെ പോലത്തെ ക്യൂ ആണ്. ഒരാളോട് ഒരു വാക്യം പറയണ്ടുള്ളൂ. എന്തിനാ വന്നു? ഇന്നാലിനാ കാര്യം. അത് വേണ്ട, പിന്നെ ഇല്ല. അത് അത്ഭുതല്ലേ?
ഒരാളോ രണ്ടാളോ 10 ആളോ 100 ആളോ 1000 അല്ല 10,000 അല്ല മക്കളെ, ഇത് എന്താണ് നിങ്ങൾ ചിന്തിക്കുക? ഇതിപ്പോ ഈ സംഗതിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് സുന്നികൾ നടത്തിയ പ്രഭാഷണം എത്ര? എന്താണ് സുന്നികൾ പറഞ്ഞ? ജനങ്ങൾ അംഗീകരിക്കാത്ത കറാമത്തുകൾ പറയരുത്. ജനങ്ങൾ ഇനി മോചത്തിന് അംഗീകരിക്കൂലല്ലോ, ഇനി അത് പറയണ്ടോ? അങ്ങനെയാണ് ഇതിനർത്ഥം. പിന്നെ ഇത് കിതാബുകൾ പരിശോധിച്ച് പറയാനോട് കഴിയൂലല്ലോ. അനുഭവസ്ഥരാണ് കൊണ്ടാണ് പലരും ഇത് പറഞ്ഞത്. ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞില്ലേ നിന്റെ വിഷയമല്ല. ഇല്ലാത്തത് എന്ന സംഗതി അതിന്റെ വാക്യത്തിലേ ഇല്ലാതിരിക്കുള്ളൂ, സംഭവിച്ചോ ഇല്ലേ കഴിവിലില്ലാതിരിക്കൂല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു അത്രയും വലിയ കഴിവാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുദബ്ബിറുൽ ആലമെന്നോ കുത്തുബുൽ ആലമെന്നോ പറയേണ്ടത് പറയല്ല. അതൊക്കെ സാങ്കേതിക പദങ്ങളാണ്. അത് എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ല. CM എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞ എന്ത് പറഞ്ഞോ? CM എന്ന് പറഞ്ഞാൽ വലിയുള്ളായി പറയണ്ട. CM ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം പറ്റില്ല എന്ന് പറയാൻ ഈ സുന്നികൾ തയ്യാറുണ്ടോ? മുഹദ്ദിമാരെ ജനങ്ങൾ അംഗീകരിക്കും. കേരളത്തിലെ മുസ്ലിം മതസംഘടനയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട മഹാന്മാർ, ആലിമീങ്ങൾ മുഹദ്ദിമാരെ വായിച്ച അർത്ഥം വെക്കാൻ തയ്യാറുണ്ടോ? ആ മുഹദ്ദിമാരിൽ 99% കറാമത്ത് ഇന്നത്തെ ഈ ലിബറലിസ്റ്റുകൾ അംഗീകരിക്കും. ഈ മുസ്ലിം ലിബറലിസ്റ്റുകൾ. നിങ്ങൾ മുഹദ്ദിമാരെ വ്യാഖ്യാനിക്കാൻ പരസ്യമായി വ്യാഖ്യാനിക്കുക. പണ്ട് ഏതോ ഒരാൾ ഒരു ബുക്ക് എഴുതിയോ ഇല്ല എന്നുള്ളതല്ല. ഈ ബുക്ക് എഴുതിയ ആള് തന്നെ ഇപ്പോൾ അത് പരസ്യമാണ് പ്രസംഗിക്കുകയാണെങ്കിലോ? ബുക്ക് എഴുതിയാൽ നിസ്സാരമൊന്നുമല്ല, വലിയ ആൾ തന്നെ. പക്ഷെ ബുക്ക് എഴുതിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ഈ ആള് ഇനി മുഹദ്ദിമാരെ പരസ്യമായി യൂട്യൂബിൽ വ്യാഖ്യാനിക്കാൻ തയ്യാറായാൽ ഈ മനുഷ്യനെ പറയുന്ന കുറ്റത്തിന് കയ്യും കണക്കുണ്ടാവില്ല. ഈ മനുഷ്യന് 2 പതിറ്റാണ്ട് മുമ്പ് എഴുതിയോണ്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഇനി ഇവിടെ മുഅ്ജിസത്തിനെ നിഷേധിക്കൂ. മുഹദ്ദിമാരിലുള്ള ഏത് കറാമത്താണ് ഇന്നത്തെ മുസ്ലിം ലിബറലിസ്റ്റുകൾ അംഗീകരിക്കുക? ഇവർക്കനുസരിച്ച് നിങ്ങൾ കാല് മുറിച്ചാലോ? ഇതിനപ്പുറത്ത് ഒരാളുണ്ട്, ഇതിനപ്പുറത്ത് വേറൊരാളുണ്ടായിരുന്നു. അത് ബീരാനൊരു പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മാനാണ് മലബാറിൽ ഈമാൻ നിലനിർത്തിയത്. ബീരാനൊരു പാപ്പ എന്താ പറഞ്ഞു? വേണ്ട. എന്നോടൊരു നിറഞ്ഞ ആലിമ് കണ്ടൊരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തെളിവ് എനിക്ക് പറഞ്ഞില്ല. ബീരാൻ പാപ്പ ഒരു വീട്ടിലൂടെ എൻ്റെ പഠിക്കലൂടെ പോകുമ്പോൾ ചെങ്ങലക്കിട്ട ഒരു പെണ്ണ് ചെങ്ങലക്കിട്ടു. എന്തിന്? തുണി പറിച്ച് ഓടാണ്, ചെങ്ങലക്കിട്ടു. അപ്പോൾ ആരോ ഓടി വന്ന് പറഞ്ഞു, ഔലിയപ്പാപ്പ അങ്ങോട്ട് വരിക, പെണ്ണ് അവിടെ ഇങ്ങനെ ചെങ്ങലക്കിട്ടത് ആ പ്രാന്താണ്. അപ്പോൾ ഔലിയപ്പാപ്പൻ്റെ മറുപടി, അതിന് ഞാനാണ് വരണ്ടേയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഓളെ തടിയിലുള്ളവരോട് പറഞ്ഞാളേ ബീരാന് പെടുന്നാണ് വരും. മര്യാദക്ക് ഓളെ ഇട്ട് ഒഴിവാക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞാളീന്ന് പറഞ്ഞു. ഔലിയപ്പാപ്പ അങ്ങോട്ട് കരയില്ല. അവിടെ ബീരാൻ പാപ്പ ആ വീട്ടിൻ്റെ പടിക്കൽ അവിടെ നിന്നു. ഈ സ്ത്രീയുടെ ഭ്രാന്ത് തൽക്ഷണം മാറി. ചെങ്ങല അഴിച്ചു, ഭ്രാന്ത് മാറി. ആ വീട്ടിൽ വന്ന് അറിയിച്ചു, ഭ്രാന്ത് മാറി. അലിബ പോടുന്നു പോയി. മനസ്സിലായില്ല? ഇതിപ്പോ നിങ്ങൾക്ക് താല്പര്യം, എനിക്ക് താല്പര്യം തോന്നില്ലടോ. കാരണം അവർ അള്ളാന്റെ ആളുകളാ. അവർക്ക് എന്താണ് നടക്കാത്തത്? എന്താ അവർക്ക് നടക്കാത്തത്? ഇതെന്നോട് സത്യം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ സംഭവം തൻ്റെ കുട്ടിക്കാലത്ത് താൻ ദൃസാക്ഷിയായ സംഭവം അക്കാലത്ത് ഒരു നിറഞ്ഞ വയസ്സനായ ആലിമ് നേരിട്ട് പറഞ്ഞത് എന്നോട്. ഇതിന് വേറെ ആളുകൾ സാക്ഷികളുണ്ട്, ഓരോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സസിൽ ഒരു വയസ്സനായ ആലിമ് പറഞ്ഞതാ, ഞാൻ ഇതിന് സാക്ഷിയാണ്. അതെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചെങ്ങലക്കിട്ട് ഭ്രാന്തി പെണ്ണ് തുണി അയച്ചോടും. അതുകൊണ്ട് 2 കൈയും ചെങ്ങലക്ക് കെട്ടി തുണി അയച്ച് പറിച്ചെറിയും. ചെറുപ്പക്കാരത്തി പെണ്ണ്, കുട്ടികളെ ഉമ്മ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം. അപ്പൊ ഔലിയപ്പാപ്പ പറയാണ്, അവർക്ക് നിധി കിട്ടിയ പോലെ അവരെ വീട്ടുപടിക്കലൂടെ നടന്നു കാണാതെ ബീരാനെ പാപ്പ. അപ്പൊ പറയാണ്, എന്ത് അതിന് ഞാനാണ് വരണ്ട, ഓളെ തടിയിലുള്ളവരോട് പറഞ്ഞാളി, അവിടുന്ന് ഓളെ ഒഴിവാക്കി പോയാൽ ഇല്ലെങ്കിൽ ബീര അവിടുന്ന് വരും എന്ന് പറഞ്ഞാളി. തൽക്ഷണം നിർത്തി. അവരോടി
ഓടിയിട്ടുണ്ടാവണം. ഇനി ഓടിന് തെളിവെന്തങ്ങളെടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ടോ ചോദിച്ചാൽ കഴിയില്ല. നാളെ ഒരു ജാഹിൽ അതായിരിക്കും ചോദിക്കാം. ജാഹിൽ പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ. നിങ്ങളിത് ചിന്തിക്കണില്ല. ഈ ജാഹിൽ പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ. നീ എന്താ പറയാ? അപ്പൊ ഈ ആര്യമായ മനുഷ്യൻ എനിക്ക് സത്യം എന്നോട് അയാൾ ഞങ്ങളോട് കളവ് പറയില്ല. അയാൾക്ക് അതിന്റെ ആവശ്യമല്ല. ആ സമയത്ത് ഭ്രാന്ത് നിന്നു, ചെങ്ങല അയച്ചു. പിന്നെ പെണ്ണിന് ജീവിതത്തിൽ ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. ഒരു വാക്ക് ഞാൻ ഇവിടുന്നാട് വരും. ഇതിന് സമാനമായ സംഭവം കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇത് അവർ ബഗ്ദാദിൽ ദർസ് നടത്തുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ചെരുപ്പെടുത്ത സംഭവം. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു. എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിച്ചു, തുണി അയച്ചു ഓടുകയാണ്. അപ്പോൾ ദർസ് നടക്കുകയാണ്. അപ്പൊ പറഞ്ഞു, എനിക്ക് ദർസാണ് ഇവിടെ, ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ മതി, അത് നിന്നോളൂ, ചോദിച്ചണ്ട. ഇനി നിനക്ക് ഡൗട്ടാണെങ്കിൽ എൻ്റെ പള്ളിയുടെ പുറത്തിൻ്റെ ചെരുപ്പുണ്ട്, ആ ചെരുപ്പോട് കൊണ്ടുവരികയാണ്. അയാൾ പോയി ചെരുപ്പുണ്ടെന്നു. അപ്പോൾ പറഞ്ഞു, ആ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ തടി കൂടിയ പിശാചുക്കളോട് പറ, ഈ ചെരുപ്പിട്ട് നടക്കുന്ന മനുഷ്യൻ എന്നോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആ പെണ്ണിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, മര്യാദ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇയാള് ഈ ചെരുപ്പും കൊണ്ടുപോയി ഈ ചെരുപ്പ് ഉയർത്തിക്കാട്ടി എന്നോട് പറഞ്ഞു, ഇതാ ഈ സാഹിബ് ഈ ചെരുപ്പിന്റെ ഉടമക്കാരൻ അടങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അടങ്ങി. കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞു. അഹമ്മദ് ബിൻ ഹംബൽ വഫാത്തായി. അന്ന് ബഗ്ദാദിൽ ദർസ് നടത്തിയ വേറൊരാൾ, ഈ പെണ്ണിന് രണ്ടാമത്തെ ഭ്രാന്തായി. അന്ന് ബഗ്ദാദിൽ ദർസ് നടത്തിയിരുന്ന വേറൊരാളെ എടുത്ത് പേര് ചെന്നു. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ മരിക്കണവരെ ഈ രോഗം ഉണ്ടായിട്ടില്ല, അവർ നിർത്തിയാണ് കയറും. എന്ത് കാട്ടിയാൽ നിർത്തിയാർ? അവരെ ചെരുപ്പ് നന്നായിച്ചു. ആ ചെരുപ്പ് കാട്ടിയപ്പോൾ പേടിയായി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ പള്ളിയുടെ പുറത്തിൻ്റെ ചെരുപ്പുണ്ടാവും കൊണ്ടുവരാം. ഇയാൾ ചെരുപ്പും കൊണ്ടുവന്നു. ഈ ചെരുപ്പിൻ്റെ ആൾ എന്നോട് അടക്കാൻ മറക്കണ ആൾ. ഇയാൾ ഈ ചെരുപ്പും കൊണ്ട് മകളെടുത്ത് പോയി. ഈ ചെരുപ്പിൻ്റെ ആൾ അടങ്ങിയേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് വിളിച്ചു. ബഹുമാനിക്കാൻ നീസി ഇയാൾ ചെന്ന് ചെരുപ്പാണ് മുഖത്തേക്ക് ആണ്ടാട് കൊടുത്ത് എറിഞ്ഞ്. ചെരുപ്പാണ് ഇത്യാദി അള്ളാനെ പേടിക്കണോരോ പറഞ്ഞാൽ അടങ്ങലേ ഞങ്ങളെ പരിപാടിയുള്ളൂ. ഒരു നാടൂട്ട് പോകണം, ഞങ്ങൾ നാടൂട്ട് പോകും. അല്ലാതെ കണ്ട ആ മക്കൾക്ക് മുഴുവനും ഭയപ്പെടുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഇതൊക്കെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് നടന്ന സംഭവം. അത് അഹമ്മദ് ബിൻ ഹംബല. അങ്ങനത്തെ ഓരോ കാലത്തും ആളുകളുണ്ടാവും. അങ്ങനത്തെ ഓരോ കാലത്തും ഉണ്ടാവും. ഒരു സ്ത്രീയെ രാത്രി ആയാൽ ഉപദ്രവിക്കും. ഒരു ചോര നീരുള്ള പെണ്ണിനെ ഉപദ്രവിക്കും. രാത്രിയായാൽ ഉപദ്രവിക്കും. പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു പുരുഷൻ കയറി വരും, അടച്ച വാതിൽ. ഈ പെണ്ണിനെ ഭർത്താവ് ഉപദ്രവിക്കും. ഭർത്താവിൽ നിന്ന് അനുഭവിക്കും പോലെ ഉപദ്രവിക്കും. ഇതൊരു സാലിയാത്ത പെണ്ണുമാണ്, സാലിയാത്ത പെണ്ണാണ്. അവസാനം ഈ പെണ്ണിനോട് നേരിട്ട് പറഞ്ഞ പോകത്ത്, നേരിട്ട് പറഞ്ഞ സംഭവം. അങ്ങനെ ഞാൻ കുഴങ്ങി. അവസാനം ഞാൻ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് പോയി. തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരോട് പറഞ്ഞു. അപ്പോൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. അപ്പോൾ എന്തോ ഒന്ന് എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഈ സ്ത്രീ പറയാണ്, അങ്ങോട്ട് നോക്ക്, നിന്നോട് പറഞ്ഞു. അങ്ങോട്ട് നോക്കി. അപ്പോൾ കറുകറുത്ത ഒരാള്, പുറം ഭാഗം നഗ്നനായ ഒരാൾ ആ മലൻ്റെ മുകളിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങി ഓടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ടു, അയാളുടെ നഗ്നമായ പുറംഭാഗം ഞാൻ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇനി വരൂല, പോയിക്കോ, ഇനി വരൂല, പോയിക്കോ. നമുക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഇതാരായിരുന്നു? പിശാച്. ആ പെണ്ണ് നേരിട്ട് പറഞ്ഞതാ. നിങ്ങളെല്ലാവരും പറയാം എൻ്റെ തെളിവില്ല, എൻ്റെ എന്താ തെളിവ്? ഒരു തെളിവില്ല. എനിക്കത് അത്ഭുതമല്ല. എന്തുകൊണ്ട്? അതിനല്ലേ അല്ലാഹു അവരെ ഏൽപ്പിച്ചേ. ഇതിന് സൽഫലം വേണമല്ലോ. ഇത് രാവിലെ നിസ്കരിക്കുന്നതിന് സൽഫലം വേണ്ടേ? വേറൊരുത്തൻ എന്ത് പറയുന്നു? ദൈവം ഇല്ല എന്ന് പറയുന്നു. ഇത് പടച്ചോണ്ട് എന്ന് പറയുന്നു. ഇത് നിസ്കരിക്കുന്നില്ല. സൽഫലം എന്താ? ഓനടക്കണ തന്നെ നടക്കുള്ളൂ. പിന്നെ അതിന് സൽഫലം എന്താ? നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല.
പിന്നെ സ്വർഗം കിട്ടും. അതൊക്കെ പരിച്ചിട്ടുള്ള കാര്യമില്ല. ആ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് മരിച്ചിട്ടുള്ള കാര്യമല്ലേ. വേറെ അടുത്ത് ചോദിക്കണം എന്ത് സ്വർഗം എവിടെയെന്നാണ് എന്താ കാണിക്കുക? ആയത്തോതി അവനോട്, റിച്ചാർഡ് ഡോക്കിൻസിനോട് ആയത്തോതി. നിരീശ്വരവാദികളോട് വാദപ്രതിവാദത്തിന് പോകരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഈമാന്റെ കാര്യങ്ങൾ മുഴുവനും കൂടെ ബുദ്ധി കൊണ്ട് തെളിയിക്കുന്ന കാര്യങ്ങൾ അല്ല. അത് ഒരു മനുഷ്യന്റെ ആത്മീയ പ്രകാശം കൊണ്ടും പ്രഭാവത കൊണ്ടും തെളിയിക്കാവുന്നതാണ്. അതില്ലാത്ത ഒരു കാലം വന്നാൽ പിന്നെ മിണ്ടണ്ട. തിരിഞ്ഞിട്ടില്ല. ഇത്തരം ആളുകൾക്ക് ഇവിടെ അവർക്ക് ഒരു ക്യാപ്പ് അവിടെ വരും. അത് മൊയ്സത്തോണ്ടാണ് അമ്പിയാക്കൾ പരിഹരിച്ചത്, കറാമത്തോടാണ് ഔലിയാക്കൾ പരിഹരിച്ചത്. ഒക്കെ ആയത്തോതിയാ പരിഹരിക്കുമെങ്കിൽ എന്തിനാ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മൊയ്സത്ത് കൊടുത്ത്? അപ്പൊ മൊയ്സത്തുകൾ എന്തിനെന്നാൽ അത് ഒരു അഡ്ജസ്റ്റ് ആണ്. എന്ത് സത്യസന്ധമായ മൊയ്സത്തിന് അത് ഞാൻ മൊയ്സത്തൊക്കെ സത്യസന്ധമാണ്, ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, വസ്തുതകൾ. എന്തിനാണ് ഈ മൊയ്സത്ത് കൊടുക്കുന്നത്? കാര്യം പറഞ്ഞാൽ അവർ മനസ്സിലാവൂല. അപ്പോൾ അവർക്ക് അത്ഭുതം കാണിച്ചു കൊടുക്കും. ഈ അത്ഭുതം തന്നെയാണ്. അവർക്കതറിയും ദൈവത്തിന് ആൾ തന്നെ ഇരിക്കും, ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യൂല. എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ 10,000 ആളുകളെ കണ്ട് അവർക്കും കഴിയില്ല. ഓ ശരി, അത് മാജിക് അല്ല. മാജിക് കൊണ്ട് കാര്യം നടക്കൂല. ഒരു മജീഷ്യൻ എനിക്ക് 1,00,000 റുപ്യ തന്നാൽ 10 പൈസ ഉപകാരം ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു നബിയോ ഒരു വലിയോ തന്നാൽ ഓരോന്നോട് ഉപകാരം ഉണ്ടാവും. ഒക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു മജീഷ്യൻ നിങ്ങൾക്കൊരു 10,000 റുപ്യ തന്നു. മജീഷ്യൻ മാജിക്കായിട്ട് എന്ത് തന്നു? മാജിക്കായി 10,000 റുപ്യ ഉപകരിച്ച നിനക്ക് എടുത്തു തന്നാൽ ഈ 10,000 റുപ്യയിൽ 1 റുപ്യ കൊണ്ട് നിനക്ക് ഉപകാരം ഉണ്ടാവില്ല. അത് കൺകെട്ടാണ്. അതിന്റെ പേരെന്നെ എന്താണ്? കൺകെട്ട്. ഇല്ലെങ്കിൽ പിന്നെ മൂപ്പര കയ്യിലുള്ള ഒറിജിനൽ പൈസ മൂപ്പര് തന്നതായിരിക്കണം. അത് തരൂല്ലല്ലോ. പൈസക്ക് വേണ്ടി ഇത്ര എങ്ങനെ കമന്ന് നടക്കുന്ന കാലത്ത് മൂപ്പര ചെയ്തതിനെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാജിക്കാരൻ മാജിക് നടത്തി എന്തിനാ? പൈസ കളക്ട് ചെയ്യാൻ. പിന്നെ അങ്ങനെ മൂപ്പര് എനിക്ക് പൈസ തരും. അതേ സമയത്ത് ഒരു നബി മോചത്തിലൂടെ ഒരു നബി നിനക്ക് 10 കോടി എന്നാലും അതിൽ ഓരോ പൈസ ഉപകരിക്കും. എന്തുകൊണ്ട്? അതെന്തായിരിക്കും? ഒറിജിനൽ പൈസ. അത് മനോരമ ചീന്തിയതാവൂല. അതെവിടുന്ന് കിട്ടി? ഇതില്ല, അള്ളാഹിനൊക്കെ കിട്ടി. അത് റിസർവ് ബാങ്കിൽ അടിച്ചതാണോ? അതെനിക്കറിയില്ല. വാങ്ങിയതുപോലെ നമുക്കതിന് തെളിവറിയില്ല, നമുക്കൊന്നും അറിയില്ല. പൈസ ഉപകരിക്കും. അത് കണ്ടാൽ നീ മനസ്സിലാക്കുക. എന്തോ ശരി, ഇത് ദൈവത്തിന്റെ ആൾ തന്നെ. പത്രോസും മത്തായിയും ഒരു നാട്ടിലൂടെയാണോ? ഈ മത്തായി ഒരു അഭിപ്രായം. പത്രോസ് ഉണ്ട് ഉറപ്പ്. പത്രോസും മത്തായിയും ആരാണ്? ഈസാ നബിയുടെ ശിഷ്യന്മാരായ സ്വഹാബികൾ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ പത്രോസും മത്തായി ഒരു നാട്ടിലൂടെ നടന്നു പോയിരുന്നു. അപ്പോൾ ആ പരിസരത്ത് ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിലേക്ക് അവർ കയറി പ്രബോധനം ചെയ്യണം. അപ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയനോട് ടൗണിലേക്കുള്ള വഴി ചോദിച്ചു. അപ്പോൾ എന്തിനാ നിങ്ങൾ ടൗണിൽ പോകുന്നു ചോദിച്ചു. അപ്പോൾ ഞങ്ങളവിടെ പടച്ചോനെ പറ്റി പ്രബോധനം നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ചോദിച്ചു ഇവര്, അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു, പടച്ചോനെ പറ്റി പ്രബോധനം നടത്താനേ നിങ്ങൾ ആരാ? പടച്ചോന്റെ ആളുകളാ? ഞങ്ങൾ പടച്ചോന്റെ ആളുകളാ. ഓ, പടച്ചോന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമല്ലോ? കഴിയും. അത്ഭുതങ്ങൾ കാണിക്കും. എന്താ വേണ്ടത്? നിങ്ങൾ എന്താ കാണിക്കുക? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒക്കെ കാണിക്കും. ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. റളിയല്ലാഹു അൻഹു പറയടോ, മഹാനായ പത്രോസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. യേശുദേവന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? പത്രോസ് റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, എനിക്കെന്ത് കാണിക്കാൻ കഴിയും? അപ്പം ഞാൻ എൻ്റെ കൂടെ വരുന്ന കൂടെ പോയി. അപ്പോൾ 24 വയസ്സെന്നാണ് ഞാൻ ചില താരീഖുകളിൽ കണ്ടത്, തഫ്സീറുകളിലും കണ്ടിട്ടുണ്ട്. വയസ്സുള്ള ഒരു ബാല്യക്കാരൻ, ശയ്യാവലംബൻ, അതായത് ജനിച്ചിട്ട് സ്വയം തിരിഞ്ഞ് കിടന്നിട്ടില്ല. തിരിക്കൽ വാപ്പയോ ഉമ്മയോ തിരിക്കണം, വാരി കൊടുക്കണം, വിസർജ്യം ഇവരെടുക്കണം.
സ്വയം ഒന്ന് തിരിഞ്ഞു കിടക്കാത്ത, ഒരു വാക്ക് മിണ്ടാത്ത, ഒരു ബാല്യം മുതൽ അങ്ങനെയായ, അത് പ്രസവിച്ച സമയം മുതലേ പൂർണ്ണമായി കഴിവുകെട്ട ഒരാൾ ഇപ്പം എത്ര വയസ്സായി? 24 വയസ്സായി. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഈ ആട്ടിടയൻ്റെ മകൻ, ഈ ആട്ടിടയനാണ് ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈ ആട്ടിടയൻ്റെ മകൻ എന്താ, ഇവന് പ്രസവിച്ചെടുക്കാലം വരെ സ്വയം ഒന്നും ചെയ്ത് അനങ്ങാൻ കഴിയില്ല. അപ്പോൾ പത്രോസ് റളിയല്ലാഹു അൻഹു ഫമസഹ അലാ ബദനിഹി മിൻ മഫ്റഖ് റഅസിഹി ഇലാ തഹ്തി ഖദമിഹി, മൂർധാവ് മുതൽ കാല് വരെ ഒന്നിങ്ങനെ പറഞ്ഞു. ഫജലസ, എണീറ്റിരുന്നു. ഫഖാമ, എണീറ്റ് നിന്നു. ഫതകല്ലമ, സംസാരിച്ചു. പാപ്പാനും അമ്മാനെയും കെട്ടിപ്പിടിച്ചു. കുടുംബത്തിന് സന്തോഷമായി. അപ്പോൾ കുടുംബം കയ്യിലുള്ളതെല്ലാം പേർക്ക് കൊടുക്കാനൊരുങ്ങി. അപ്പോൾ പറഞ്ഞില്ല, ഞങ്ങളങ്ങനെ വാങ്ങൂല, ഞങ്ങൾ ദൈവമാർഗത്തിൽ നടക്കുന്നവരാണ്, ഞങ്ങൾ പ്രതിഫലം വാങ്ങൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. അപ്പോൾ അവരും സർവേശ്വരനായ അള്ളാഹുവിനെ വിശ്വസിച്ചു. ആ കുടുംബക്കാർ, ഈ കുട്ടിയടക്കം. പിന്നെ ഹബീബ് നജ്ജാറും ഈ ആളും കൂടെ, രണ്ടാളും കൂടെ എങ്ങോട്ടും അല്ല, ഹബീബ് നജ്ജാറല്ല, പത്രോസും കൂടെ വന്ന്, മത്തായി ആണെങ്കിൽ മത്തായി, അങ്ങനെ അവർ രണ്ടാളും കൂടി ആ പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ ഇവർ പറഞ്ഞു, എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അറിയിക്കണം, ഞങ്ങൾ വന്ന് സഹായിച്ചോളാം. അങ്ങനെ അവർ പട്ടണത്തിലെത്തി. അള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ പട്ടണവാസികൾ വളഞ്ഞു. അതാണ് വജാഅമീൻ. പിന്നെയാണ് ഒരാൾ ഓടി വരുന്നത്. ആ ആൾ ഈ വീട്ടുകാരനാ. അങ്ങാടിയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് ഇയാൾ അറിഞ്ഞു. അപ്പോൾ അവരെ ആക്രമിക്കരുതേ, നല്ല മനുഷ്യനാണ്, ഞാൻ സാക്ഷിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹബീബ് നജ്ജാർ ഓടി വരികയാണ്. അതാണ് വജാഅമിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഊ. ഇതിപ്പോൾ യാസീൻ എന്ന സൂറത്ത് കൊടുത്തതാ. എന്ത് ഒരു കറാമത്ത്! നബിയല്ല, ഒരു കറാമത്ത് കൊണ്ട് ആ ജനതക്ക് വിശ്വാസം ഉണ്ടാക്കി. അപ്പൊ ഏത് വാദപ്രചാരണം നടത്തിക്കൂടെ? ദൈവമുണ്ട്, അതിനെന്താ, എനിക്ക് ദൈവമെല്ലാം തെളിവാണെങ്കിൽ തെളിവെടുക്കേ, ഞാനിവിടെ തെളിവെടുക്കേ. ഒരു മേശ, 2 മേശ അപ്പുറത്തും ഇരുന്ന് അവിടെ അങ്ങോട്ട് അവിടെ അങ്ങോട്ട്. അവസാനം വൈകുന്നേരം ആയപ്പോൾ ഹബീബ് നജ്ജാർ പറഞ്ഞു, പഠിച്ചു ദൈവമുണ്ട്, പഠിച്ചു. വാദപ്രതിവാദങ്ങൾ കാളപൂട്ടുകളാണ്. 100% കാളപൂട്ടാണ്. അതിൽ ഏറ്റവും നാവിന് തിരിഞ്ഞും പറഞ്ഞും അങ്ങനെ ഉണ്ടല്ലേ, ചില സാധനങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല, അങ്ങോട്ട് കൊണ്ട് വളക്കാൻ കഴിയണമെന്ന് ജയിക്കും. ചില ആളുകൾ പറഞ്ഞ് സത്യമായിരിക്കും, പക്ഷെ മറ്റോൻ്റെ അത്ര ഇവന് നാവ് വളക്കാൻ കഴിയില്ല, ഓൻ തോൽക്കും. അതാണ് വാദപ്രവാദം. കേൾക്കണമൊക്കെ ശെക്കും വരും. ഒരു നിരീശ്വരവാദിയോടും ഇന്ന് വാദപ്രതിവാദം നടത്താൻ പോകാൻ പാടില്ലാത്തതാണ്. ഇതാണ് എൻ്റെ വിഷയം. വഹാബിയോട് പോലും വാദപ്രതിവാദം നടത്താൻ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഹക്ക് അംഗീകരിക്കില്ല. പിന്നെ ആത്മീയ പ്രഭാവത വേണം. അതാകട്ടെ ഇന്ന് സുന്നികൾക്ക് ഇല്ല. സുന്നികളെ ഞാൻ നിശ്ചയിച്ചു. ഇനിയിപ്പോൾ CM വീണ്ടും ജനിച്ചു എന്ന് വെക്കുക. CM വീണ്ടും ജനിച്ചെങ്കിൽ ആരും തലയിൽ മുണ്ടിട്ടല്ലാതെ പോകില്ല. വലിയ വലിയ ആലിമീങ്ങൾ രാത്രി ആരും കാണാതെ CM വിട്ടു പോകുള്ളൂ. കാരണം ഞാൻ അവിടുത്തെ ആലിമിൻ്റെ ഉലമാ സംഘടനയുടെ നേതാവാണ്. നമുക്കിതൊക്കെ പുറത്തറിഞ്ഞ മോശമല്ലേ. പിന്നെ നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർക്ക് വരികയല്ലാതെ നിർവ്വാഹമല്ല. ഇന്ന് സുന്നി ആലിമീങ്ങളുടെ നേതാക്കന്മാർ CM വീണ്ടും ജയിച്ചാൽ പോലും ഒരു അത്യാവശ്യത്തിന് CMൻ്റെ അടുത്ത് പോകൂല എന്നല്ല, പക്ഷെ എങ്ങനെ പോകുള്ളൂ? രാത്രി CMൻ്റെ ആളുകളോട് പറഞ്ഞിട്ട് വെക്കൂ, നമ്മൾ പിന്നെ അവിടെ എത്ര മണിക്കാണ് ആളൊയ്യുക? ആളൊരു 9 മണിയായാൽ ഒയ്യും. അന്ന് പറയണം ഞങ്ങളൊരു 10-10:30 മുഖനെത്തും. അതായത് അവസാനത്തെ ആളെ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് പോകണം. CM 12 മണിക്കല്ലേ കിടക്കുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് എന്നാൽ കുറച്ച് സമയം കിട്ടിയാൽ മതി. ആയിക്കോട്ടെ, ഞങ്ങൾ പറയാം ഇങ്ങനത്തെ പിന്നെ എന്താണ് ജമിയത്തുൽ ഉമറ, ജമിയത്തുൽ കൊമ്പനാന, അതിൻ്റെ പിന്നെ എന്താണ് പറയുക, അതിൻ്റെ നേതാവാണ്. എങ്ങനെയാണ്? അപ്പം നട്ടപ്പോൾ അതൊക്കെ മുണ്ടിട്ടേ പോകുള്ളൂ. കാരണം മട്ടയിലറിഞ്ഞവർക്ക് മോശമാണ്. കാരണം അതൊക്കെ എന്താണ്? അതൊക്കെ ഇന്നത്തെ ഖുറാഫാത്തുകളാണ്. അതന്നെയല്ലേ ഇപ്പം ഇതൊക്കെ നിഷേധിക്കണം. എന്തിനാ? അനുഭവസ്ഥർ പറയുകയാണ് ഇങ്ങനെ ഉണ്ടായി, നമ്മൾ നിഷേധിക്കണം എന്തിനാ? അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടായി എന്നല്ല അയാൾ പറയുന്നത്, ഇല്ല എന്ന് പറയുന്നത്. ബാക്കി അയാളും റബ്ബ് നമ്മളേക്കോളുക, നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ട്. അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം ഒക്കെ അസാധാരണ സംഭവം തന്നെ. അസാധാരണ സംഭവത്തിന് പരിധിയുണ്ടോ? അസാധാരണയിൽ സാധാരണയായ
സംഭവങ്ങളെല്ലാം നടക്കും. അസാധാരണയിൽ അസാധാരണ നടക്കൂല. അങ്ങനെയാണോ സുന്നി വിശ്വാസം? അല്ല, സുന്നിയുടെ വിശ്വാസം എന്താ? ഔലിയാക്കന്മാർക്ക് അസാധാരണ സംഭവങ്ങളിൽ സാധാരണ സംഭവങ്ങൾ നടന്നേക്കാം എന്നാണോ? അതല്ല, അസാധാരണയിൽ സാധാരണയെ നടക്കൂ, അസാധാരണയിൽ തന്നെ അസാധാരണ നടക്കൂല. അങ്ങനെയാണോ? എങ്ങനെയാണ്? ഒരു സീറ്റ് കുട്ടിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എന്താ പറയുക എറണാകുളത്തെ കൊച്ചിയിലെ കോളേജിൽ സീറ്റ് കിട്ടും. ഔലിയപ്പ പറഞ്ഞു ആ സീറ്റ് കിട്ടും. അപ്പോൾ കിട്ടുകയും ചെയ്തു. വലിയൊരു ഔലിയപ്പ അൽഹംദുലില്ലാ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഔലിയപ്പാപ്പ പറഞ്ഞപ്പോൾ വിമാനം താഴത്തേക്ക് ഇറങ്ങി, ഔലിയപ്പാപ്പ പറഞ്ഞപ്പോൾ വിമാനം മേലക്കനെ കയറി. അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണോ? പറഞ്ഞൊരു കാര്യം, ലോകം മുഴുവൻ നശിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, മുഅ്ജിസത്തുകൾ മൂല്യന്മാർ പറയാത്ത കാലം വരുന്നു. മൂല്യന്മാർ തന്നെ ഇപ്പം പലതും മുണങ്ങിയിട്ടുണ്ട്, പുറത്ത് പറയില്ല. മുഅ്ജിസത്തിനെ പറയില്ല. നിസ്കാരം നോൽപ്പ് പറയും.